രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ആഗ്രഹിച്ച അതിനൊത്ത് പണിയെടുത്തവർക്ക് കിട്ടിയ മറുപടി, ജനങ്ങൾ കൊടുത്ത, പബ്ലിക് കൊടുത്ത, ഓരോ വ്യക്തിയും കൊടുത്ത മറുപടി തീർച്ചയായിട്ടും ആ വിഷയം അനാവശ്യമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗങ്ങളും എല്ലാം തെറ്റായിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ, ഒരു ഓഗസ്റ്റ് ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയത്തിന് ഡിസംബറിലും നെക്സ്റ്റ് ഏപ്രിലുമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എടുത്ത നിലപാടുകളുള്ള തെറ്റ് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇടതുപക്ഷം ബോധ്യപ്പെടും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. ശ്രീ KB ഗണേഷ് കുമാറിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, പിഴവ് പറ്റിയിട്ടുണ്ട്. ആ പിഴവുകൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടരാൻ യോഗ്യനല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. കൊട്ടാരക്കര എന്താ പറയുക, മഹാരാജ്യത്തെ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അയാൾ ആ നാടിൻ്റെ MLA ആവാൻ യോഗ്യനല്ല. അയാളുടെ വ്യക്തിജീവിതമാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും പൊളിറ്റിക്കൽ ലൈഫാണെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും പബ്ലിക് സ്ക്രൂട്ടണിക്കും വിധേയമാണ്. ട്രാൻസ്പെറൻസിക്കും ഉറപ്പായിട്ടും ട്രാൻസ്പെറൻസിയും ഉണ്ടാകണം. ഈ വിജയങ്ങളെല്ലാമാണ് CPM-നും ഇടതുപക്ഷത്തിനുമുള്ള ഉത്തരം. ആ ഉത്തരങ്ങളിലൂടെ പഠിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ക്യാമ്പയിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശക്തരായി തിരിച്ചു വരും. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി തോന്നുന്നില്ലേ? ആ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്? അന്നെടുത്ത നിലപാട് തന്നെയാണ് ഈ നിമിഷവും ഇനി അങ്ങോട്ടും. ആ നിലപാടിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല, മാറുകയുമില്ല. അധ്വാനിച്ച് ഒരാൾ ഉണ്ടാക്കുന്ന ഒരു പേരും ആ പേരിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുന്നു. ആ പേര് ഇനി കൈക്കലാക്കാം എന്നൊരു കൂട്ടം മോഷ്ടാക്കൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കള്ളത്തരം കാണിച്ചവരെ കള്ളന്മാരെന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുക. അങ്ങനെ തന്നെ അവരെ വിളിക്കുകയും ചെയ്യും. നമസ്കാരം. ഇപ്പോൾ UDF വലിയ വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അതും 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ. എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഒരു വിജയത്തെ കാണുന്നത്? വലിയ സന്തോഷത്തോടെയുള്ള ഒരു സ്വീകരണം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സന്തോഷമാണ്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഈ വിജയം വലിയ സന്തോഷമാണ്. അതേ സന്തോഷം തന്നെ അതേ തോതിൽ തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, മൊത്തത്തിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ചേച്ചിയുടെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഈ അടൂരത്തെ വിജയം, ശാന്തകുമാറിൻ്റെ വിജയം. ആ സമയത്തൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഇപ്പോൾ ശാന്തകുമാർ വിജയിച്ചത്. അതും 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനെ എങ്ങനെ നമുക്ക് കാണുന്നത്? ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് ആ വിജയത്തെ സ്വീകരിച്ചതും. 15 വർഷക്കാലത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു MLA ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ച അതേ വാചകം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരികെ വരും ആ നല്ല കാലം എന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചു, പറഞ്ഞു, വിശ്വസിച്ചു. അത് ഉറപ്പായിട്ടും അടൂരിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഏറ്റെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10,332 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, നല്ല ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഈ നാട്ടിലെ അടൂരിനോട് കാണിച്ച നീതികേടിൻ്റെ മറുപടി കൂടിയാണ് ആ ഒരു വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത്. അപ്പോൾ 10 വർഷക്കാലത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ളൊരു മറുപടി തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നത് ഓരോ നിയോജക മണ്ഡലങ്ങളിലുമുള്ള തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്ന വോട്ട് തന്നെയാണ്. എന്താണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തോടുള്ള നിങ്ങളുടെ മറുപടി എന്ന് ചോദിക്കുമ്പോൾ ആ മറുപടി രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അതാത് നിയോജക മണ്ഡലങ്ങളിലാണ്. അങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളത് കൂടി തന്നെ അടൂര് ഇരട്ടി മധുരത്തിലാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പറയുന്നത് ഒരു പേരിൻ്റെ പേരിലുണ്ടായ, എതിർ സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ വരെ അതൊന്നും വിലപ്പോയില്ല എന്നാണ് തോന്നുന്നത്. അല്ല, അത് വിലപ്പോയല്ലോ. നമ്മൾ ആരോപണങ്ങൾ ഉന്നയിച്ചതല്ല, നമ്മൾ വിലപ്പോവേണ്ടത് അല്ലെങ്കിൽ വിലപ്പോവേണ്ടത് എന്ന് പറയുന്ന ഒരു ആരോപണങ്ങളല്ല, നമ്മൾ ഫാക്റ്റാണ് പറഞ്ഞത്. ആ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥിയുടെ യഥാർത്ഥ പേര് ശശിധരൻ എന്നാണ് ആ പേരിൻ്റെ സെക്കൻഡ് നെയിം. അത് അടൂരെത്തുന്നതിന് മുൻപ് 2025 ഡിസംബർ മാസത്തിൽ കരീപ്ര പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ആ സ്ഥാനാർത്ഥി കൊല്ലം ജില്ലയിൽ അവിടെ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ കൂടെ ശശിധരൻ എന്നായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഇനി അടൂരേക്ക് വരുമ്പോൾ, അടൂരേക്ക് വരികയാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തലേന്ന് രാത്രി 12 മണി വരെയും ഒരു 10-10:30 വരെയും ഫേസ്ബുക്കിൽ പേര് ശശിധരൻ എന്ന് തന്നെയായിരുന്നു സെക്കൻഡ് നെയിം. പക്ഷേ അത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കണ്ണൻ എന്നായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടൂരിൻ്റെ അതിവൈകാരികതയാണ് MG കണ്ണൻ എന്ന പേര്. അപ്പോൾ ആ പേരിനെ ചൂഷണം ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു മരിച്ചുപോയ ഒരു മനുഷ്യനോട്, അദ്ദേഹത്തിൻ്റെ പേരിനോട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇക്കാലം അത്രയും അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കർമ്മമണ്ഡലത്തോട് അതിൻ്റെ നേട്ടം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഒരു തസ്കരൻ്റെ, ഒരു മോഷ്ടാവിൻ്റെ രീതിയാണത്. അധ്വാനിച്ച് ഒരാൾ ഉണ്ടാക്കുന്ന ഒരു പേരും ആ പേരിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുന്നു. ആ പേര് ഇനി കൈക്കലാക്കാം എന്നൊരു കൂട്ടം മോഷ്ടാക്കൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കള്ളത്തരം കാണിച്ചവരെ കള്ളന്മാരെന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുക. അങ്ങനെ തന്നെ അവരെ വിളിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ജനങ്ങളത് ചർച്ച ചെയ്തു, ചിന്തിച്ചു, ഏറ്റെടുത്തു. അതിൻ്റെ ഫലം കൂടിയാണ് ഇത്രയധികം പ്രചരണങ്ങൾ ഉണ്ടായിട്ടും. CPIയെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അടൂർ നിയോജകമണ്ഡലത്തിൽ വലിയ പ്രചരണങ്ങൾ, ഒരുപാട് തുക ചെലവാക്കിയിട്ടുള്ള പ്രചരണങ്ങളും വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകളും വൻ പ്രചരണങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രചരണങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് ഓരോ വ്യക്തിയും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനൊരു വിജയമുണ്ടായത്. പോരാത്തതിന് തലേ ദിവസങ്ങളിലൊക്കെ വലിയ വ്യാജ
നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക, ഒരു ജാതി സംഘടന അവരുടെ പേരിൽ ഒരിക്കലും ഇറക്കാൻ പാടില്ലാത്ത തരത്തിൽ അവർ അച്ചടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ള നോട്ടീസുകൾ ഇറക്കുക, ഫുൾ വ്യാജത്തരം, അടിമുടി കള്ളത്തരവും വ്യാജത്തരവും കാണിച്ചുകൊണ്ട് CPIയും LDFും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ മറുപടി അടൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ രേഖപ്പെടുത്തി. ഈ 15 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒരു UDF MLA വരാൻ പോകുന്നത്. ഈ ജനങ്ങൾ നൽകിയ ഈ അംഗീകാരം CV ശാന്തകുമാറിന് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുകളുള്ള ഒരു മനുഷ്യനാണ്. ഒരു നാടിൻ്റെ വികസനം അടിസ്ഥാനപരമായിട്ട് ഓരോ നാടിനും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി പറയുകയാണ്, പള്ളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് എന്താണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിച്ചാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി പള്ളിക്കൽ പഞ്ചായത്ത് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പ്രഥമമായിട്ട് പറഞ്ഞാൽ അതൊരു കാര്യമാണ്. രണ്ടാമത് മാത്രമേ റോഡും മറ്റു കാര്യങ്ങളും, എന്തിനേറെ അവനവൻ്റെ വീടിൻ്റെ കാര്യം പോലും രണ്ടാമത് മാത്രമേ പള്ളിക്കൽ ജനത പറയാറുള്ളൂ. അപ്പോൾ അതിന് ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നുണ്ട് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആറാട്ടുചിറ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപയുടെ പൈപ്പ് ലൈനുകൾ ഇട്ട് പറഞ്ഞ എല്ലാ സ്ഥലത്തും ടാപ്പ് ഇട്ട് ഞാൻ 2020 ജനപ്രതിനിധിയായി വിത്തിൻ 2 ഇയേഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ വർക്ക് ഒന്ന് കമ്മീഷൻ ചെയ്യാൻ അനുവദിക്കാതെ ഇരുന്നു പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ അന്നത്തെ ഭരണസമിതിയും CPIയുടെ ചില നേതാക്കന്മാരും. അത് ചിലർ ചെയ്യുന്ന, ഒരു കാലത്ത് എല്ലാവരും ചെയ്യണം എന്നാഗ്രഹിച്ച കുറേ കാലം ചെയ്യാതിരുന്ന ഒരു വർക്ക് ഒരു വ്യക്തി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ നേട്ടമായിട്ട്, ആ പർട്ടിക്കുലർ ജനപ്രതിനിധിയുടെ നേട്ടമായിട്ട് മാറ്റപ്പെടും എന്നൊക്കെ ചിന്തിച്ച വെറും നിലവാരമില്ലാത്ത ബാലിശമായ ചിന്താഗതികളോടുകൂടിയൊക്കെ നിൽക്കുന്ന നേതാക്കന്മാരുണ്ടായാൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കപ്പെടില്ല. അങ്ങനെ തുരുമ്പിച്ച് ചെതില് പിടിച്ച് ആ പദ്ധതിയെ 2025 വരെ കൊണ്ടെത്തിച്ചു. ഇന്ന് വീണ്ടും അടൂരിൻ്റെ പള്ളിക്കലിൻ്റെ ഒരു നിയോഗമെന്നോണം, അല്ലെങ്കിൽ ഒരു കാലത്തിനൊരു മാറ്റമുണ്ടാകാനുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതോണം അഡ്വക്കേറ്റ് CV ശാന്തകുമാർ MLA ആയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് MLA എന്നുള്ള നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിയുക്ത MLA എന്നുള്ള നിലയിൽ. അപ്പോൾ ആ പരിപാടി നമ്മുടെ പള്ളിക്കൽ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം മൂടൽ എന്ന് പറഞ്ഞൊരു മഹോത്സവമുണ്ട്, അവിടെയായിരുന്നു. അതിനോട് ചേർന്നാണ് ആറാട്ടുചിറ ഉള്ളത്. അപ്പോൾ ആ ചിറ സന്ദർശിക്കുകയും അതിന് വേണ്ട ആറാട്ടുചിറ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുവാൻ ചിറയുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഈ കാര്യം ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ചേച്ചി പ്രചരണത്തിന് ഇറങ്ങിയ ഒരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം. ഈ പത്തനാപുരത്തെ ഗണേഷിൻ്റെ തോൽവി കാണുമ്പോൾ ചേച്ചിക്ക് തോന്നുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ മാറി നിന്ന കണക്ക് ഗണേഷ് കുമാറിന് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകുന്നതിന് മുമ്പേ മാറി നിൽക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആ രണ്ട് വിഷയം കൂടെ നമുക്ക് ക്ലബ് ചെയ്ത് സംസാരിക്കേണ്ട. പത്തനാപുരം ഒരു പർട്ടിക്കുലർ അനദർ കേസാണ്. പത്തനാപുരത്ത് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ളൊരു ജനപ്രതിനിധിയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹത്തിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലായതാണ്. അവിടെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യമായിട്ടുള്ളൊരു ലോകത്ത്, ഒരു രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ ജനപ്രതിനിധികളുടെ ഭാഷ, ജനപ്രതിനിധികളുടെ ശൈലി ഒക്കെ ഒരു ജനാധിപത്യപരമായിട്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആ കൊട്ടാരക്കര പ്രദേശത്തെ, കൊട്ടാരക്കര എന്താ പറയുക, മഹാരാജ്യത്തെ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അയാൾ ആ നാടിൻ്റെ MLA ആവാൻ യോഗ്യനല്ല. അയാളുടെ വ്യക്തിജീവിതമാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും പൊളിറ്റിക്കൽ ലൈഫാണെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും പബ്ലിക് സ്ക്രൂട്ടണിക്കും വിധേയമാണ്. ഉറപ്പായിട്ടും ട്രാൻസ്പെറൻസിയും ഉണ്ടാകണം. അങ്ങനെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇടത്തൂടെ ജനങ്ങൾ നോക്കുമ്പോൾ കാണുന്ന പ്രവർത്തികളും വാക്കുകളും രീതികളും ശൈലികളും ഒക്കെ ഒരു ജനകീയനായ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യനായ, ജനാധിപത്യ നാടിൻ്റെ ജനപ്രതിനിധിയാകാൻ യോഗ്യനായിട്ടുള്ള ഒരാളായിരിക്കണം. അതിലെവിടെയൊക്കെയോ തീർച്ചയായിട്ടും ശ്രീ KB ഗണേഷ് കുമാറിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, പിഴവ് പറ്റിയിട്ടുണ്ട്. ആ പിഴവുകൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടരാൻ യോഗ്യനല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. സർവോപരി ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ നാടിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായി മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത അനുദിനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയായിരുന്നു. മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി, അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി ജനകീയനായ ഒരു ജനപ്രതിനിധിയാവാൻ എന്തുകൊണ്ടും യോഗ്യനായെന്ന് എന്നുള്ളത് പത്തനാപുരത്തെ ഓരോ വോട്ടർമാരും തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ആ വിജയം. ആ വിജയത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള സന്തോഷം കൂടിയാണ്. ഇപ്പോൾ LDF ആണെന്നുണ്ടെങ്കിൽ 99 സീറ്റിൽ നിന്ന് ഒറ്റയടിക്ക് 35 സീറ്റിലേക്ക് മാറി. ഇനി ഈ പാർട്ടി തിരിച്ചു വരുമെന്ന് ചേച്ചി പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരുത്തലുകളോടുകൂടി തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ആ തിരിച്ചുവരവിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ആരും തിരിച്ചു വരണ്ട എന്ന് ആഗ്രഹിക്കാൻ ഇതൊരു ഓട്ടോക്രാറ്റിക് സൊസൈറ്റി അല്ല, ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ ജനാധിപത്യപരമായിട്ടായിരിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ തളിപ്പറമ്പിൽ
നമ്മുടെ ഗോവിന്ദ മാസ്റ്റർക്കുണ്ടായ വിജയവും പയ്യന്നൂരിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവിനുണ്ടായിട്ടുള്ള വിജയവും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ അമ്പലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള വിജയം ശ്രീജി സുധാകരൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഈ വിജയങ്ങളെല്ലാമാണ് CPM-നും ഇടതുപക്ഷത്തിനുമുള്ള ഉത്തരം. ആ ഉത്തരങ്ങളിലൂടെ പഠിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി ആ സമയങ്ങളിലൊക്കെ ഒരു ചർച്ചയായ വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു. ഇത് ഒരു ഇടതുപക്ഷം ഒരു വലിയ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതെങ്ങും പ്രതിഫലിച്ചില്ല എന്ന് തോന്നിയോ? ശരിക്കും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് തവണ പ്രതികരിച്ച ഒരു വിഷയമാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇനിയും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്നെടുത്ത നിലപാട് തന്നെയാണ് ഈ നിമിഷവും ഇനി അങ്ങോട്ടും. ആ നിലപാടിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല, മാറുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷയം ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്തരത്തിലുള്ളൊരു വിഷയം റിഫ്ലക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ ആ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുന്നിലുണ്ടായിരുന്നു. വലിയ പ്രചരണ ആയുധമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ വരെ അത് ഉപയോഗിച്ചിരുന്നു. തേജോവധം ചെയ്യുന്ന ശൈലിയിൽ അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ആഗ്രഹിച്ച, അതിനൊത്ത് പണിയെടുത്തവർക്ക് കിട്ടിയ മറുപടി, പബ്ലിക് കൊടുത്ത, ഓരോ വ്യക്തിയും കൊടുത്ത മറുപടി തീർച്ചയായിട്ടും ആ വിഷയം അനാവശ്യമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ആ വിഷയം എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം അത്ര ഉത്സാഹം കാട്ടിയിട്ടില്ല. ഉത്സാഹം കാട്ടിയാൽ അതിനിരട്ടി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം 2025 ജൂലൈ ഓഗസ്റ്റ് മാസം തൊട്ട് ആ വിഷയത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെയും അങ്ങേയറ്റം ആവശ്യമില്ലാത്ത ശൈലിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പബ്ലിക് അതിനെ കൃത്യമായിട്ട് വിലയിരുത്തി. ഓരോ വ്യക്തിക്കും അതിൻ്റെ വിഷയത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ തന്നെയാണ് വോട്ടായി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF-നെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗ്ഗങ്ങളും എല്ലാം തെറ്റായിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ ഒരു ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയത്തിന് ഡിസംബറിലും നെക്സ്റ്റ് ഏപ്രിലുമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എടുത്ത നിലപാടുകളുള്ള തെറ്റ് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇടതുപക്ഷം ബോധ്യപ്പെടും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ട് UDF ഇത്രയും വലിയൊരു വിജയം നേടിയെടുത്തു എന്ന് തരുന്നത്? കൂട്ടായ പ്രവർത്തനമാണോ, അതോ ഒരു പിണറായി വിരുദ്ധതയാണോ, അതോ UDF തരം എന്താണ് ചേച്ചിയുടെ ഒരു വിലയിരുത്തൽ? എന്തുകൊണ്ട് ഇത്രയും സീറ്റിൽ UDF വന്നു? തീർച്ചയായിട്ടും അത് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രശ്നങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ വിഷയവും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉന്നയിക്കുന്നതിൽ നമ്മൾ വിജയമായിരുന്നു. കാരണം ആ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച എല്ലാ വിഷയവും പ്രതിപക്ഷം ചർച്ച ചെയ്തു. അത് തന്നെ ഉറപ്പായിട്ടും ജനങ്ങളുടെ പക്കൽ നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുവാനും മാത്രവുമല്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ ഇടപെടലുകളെ അംഗീകരിക്കുവാനും പൊതുജനം തയ്യാറായി. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ടു. ആ വിഷയങ്ങൾ ചർച്ചകളുണ്ടായി. ആ ചർച്ചകൾക്ക് മേൽ ഉത്തരം മുട്ടുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇതേ ചോദ്യങ്ങളുമായിട്ടിരുന്ന ജനങ്ങളുടെ മുൻപിലേക്ക് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരുവാനും നമുക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. നമ്മൾ ടീം UDF എന്നുള്ള നിലയിലുള്ള കൂട്ടായ കരുത്തുറ്റ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനം പൊളിറ്റിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഒരു പ്രതിപക്ഷം എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും അതുപോലെ തന്നെ ഏറ്റെടുത്തു. അതിനെ തുടർന്നുണ്ടായ ആ ഒരു മൂവ്മെൻറ്റ് തന്നെ ഉറപ്പായിട്ടും ജനങ്ങളുടെ വികാരത്തെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള അത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ക്യാമ്പയിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശക്തരായി തിരിച്ചു വരും. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി തോന്നുന്നില്ലേ? ആ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത്? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്? എത്രയൊക്കെ അഴിമതികളാണ് ചെയ്യാൻ പോകുന്നത്? ശബരിമല വിഷയമൊക്കെ യാതൊരു മടിയുമില്ലാതെ ശബരിമലയെക്കുറിച്ചൊരു വാക്ക് പറയാൻ, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും അവസാനം ചില വിഷയങ്ങളിലൊക്കെ ചില കേസുകളിലൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരു വ്യഗ്രതയൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചു. ശബരിമല വിഷയത്തിലോ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടാണ് ഗവൺമെൻറ് ഇറങ്ങുന്നത്? ആ വിഷയത്തിൽ എടുക്കേണ്ട ഏതെങ്കിലും ശരിയായ നിലപാട് ജനങ്ങൾക്ക് വേണ്ടിയോ ആ ക്ഷേത്രത്തിന് വേണ്ടിയോ വിശ്വാസികൾക്ക് വേണ്ടിയോ സർവോപരി വിശ്വാസിയോ അവിശ്വാസിയോ ആർക്കോ ആകട്ടെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ എടുക്കേണ്ട ഏതെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തവരാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അയ്യോ പേടിപ്പിക്കലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് പറയാനുള്ളത്. ഉറപ്പായിട്ടും ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ഗവൺമെൻറ്റായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തിരിച്ചു വരരുത് എന്ന് എല്ലാ സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. ഈ 3 സീറ്റിൽ താമര വിരിഞ്ഞതിനെ പറ്റി സ്വാഭാവികമായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ആ റിസൾട്ട് ഇൻക്രീസിംഗ്ലി ആ റിസൾട്ടിനൊരു മൂവ്മെൻറ്റ്
വളർച്ച ഉണ്ടായേക്കാം. അവിടെ ഉണ്ടാവുമ്പോഴും BJPക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഇപ്പോൾ കേരളത്തിലേക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വർഗീയതയുടെ വലിയ വലിയ ആശയങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇനിയൊരു വിഷയം വരുമ്പോൾ, ഉറപ്പായിട്ടും എന്താണ് RSSന്റെയും സംഘപരിവാറിൻ്റെയും BJPയുടെയും എല്ലാം ആശയങ്ങൾ പേറുന്ന ഈ NDA സ്ഥാനാർത്ഥികൾ മൂവരും എടുക്കുന്ന നിലപാടുകൾ എന്താണ്, വർഗീയതയ്ക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെതിരെ, ഇന്ത്യയുടെ മതേതരത്തിനെതിരെ ഒപ്പം ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന ഓരോ വാക്കും കേരളത്തിലെ ജനത സസൂക്ഷ്മം വീക്ഷിക്കും. അന്നേരം പറയുന്ന മറുപടികളിൽ വർഗീയതയുടെ ഒരു അംശമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും മറുപടി ഈ 3 സീറ്റിൽ നിന്നല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും ഈ 3 പേർക്കും അവരുടെ മുന്നണിക്കും ഉണ്ടാവും. ഈ അവസാനത്തെ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് നിർത്താം. ഇപ്പോൾ 2 പാർട്ടിയിൽ നിന്നും, ഇപ്പോൾ LDFിൽ നിന്നും UDFിൽ നിന്നും ഈ UDFിനെ നന്നായി നോക്കിക്കണ്ട ഒരാളാണ്. എന്താ ഇനിയുള്ള 5 വർഷം UDF എങ്ങനെയായിരിക്കണമെന്നാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം? ആഗ്രഹം, നമ്മൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കേരളം എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റോയിലൂടെ, ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അത് കേവലം ഒരു വാഗ്ദാനം എന്നുള്ള രീതിയിലല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു ഈ 10 വർഷക്കാലം, ഇങ്ങനെ ആയിരുന്നില്ല, മറിച്ച് ഇങ്ങനെയൊക്കെ ആകണമായിരുന്നു എന്നുള്ള ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പങ്കുവച്ചത്. അപ്പോൾ അതെല്ലാം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി. ഉറപ്പായിട്ടും അത് തന്നെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഈ നാടിന് ഒരു മുഖച്ഛായ മാറ്റുവാൻ തക്കവണ്ണം, അർഹിക്കുന്ന രീതിയിലുള്ളൊരു മുന്നോട്ടുള്ള പ്രയാണം ഉറപ്പാക്കാൻ തക്കവണ്ണം ഉള്ള പ്രവർത്തനങ്ങളാണ് ഉറപ്പായിട്ടും UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക.